ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പോൾ കാണുമ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരു വരിക്കച്ചക്കയുടെ ഫോട്ടോയാണ് കണ്ടത്. ചക്ക വരട്ടിയതും ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് ചക്ക വരട്ടിയത് വെച്ച് എങ്ങനെയാണ് ചക്കയപ്പം ഉണ്ടാക്കുന്നതെന്നും കൂടെ കാണിക്കുന്നുണ്ട്. ഇത് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഒപ്പം ഇതറിയാവുന്നവർ ഇതെൻ്റെ മെത്തേഡ് എളുപ്പമാണെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഞാൻ ഈ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. വരിക്കച്ചക്ക വരട്ടിയാണ് ഞാൻ ചക്കയപ്പം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് ചക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചക്കപ്പഴം, വരിക്കച്ചക്കപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ ഇന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്കാവും. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചക്ക വരട്ടിയെടുക്കാം. ചക്ക വരട്ടാൻ അല്ലെങ്കിൽ 2 മണിക്കൂർ മിനിമം വേണം. അപ്പോൾ ഒരു 3/4 കപ്പ് ശർക്കരയും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ ഒരു 50 ഗ്രാമോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചിട്ട് ഈ ചക്ക അരച്ച ചക്ക അതിനകത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കണം. കുറച്ച് സമയം അത് വരട്ടി വരുമ്പോൾ തന്നെ ആ നെയ്യ് അതിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കും. ഇനി അതിന് ശേഷം നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിക്ക് നല്ല കറുത്ത ശർക്കരയായിരുന്നു, അതുകൊണ്ട് തന്നെ അതിൻ്റെ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നല്ലതുപോലെ അങ്ങ് കുറുകി വരണം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, കുറുകി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുക്കുപൊടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഇട്ടാൽ അതിനൊരു നല്ലൊരു ഫ്ലേവർ വരുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ അപ്പോഴും ചുക്ക് പൊടിച്ചതില്ലായിരുന്നു. ഞാൻ പിന്നെ മിക്സ് ചെയ്യുമ്പോഴാണ് ചുക്കുപൊടി അരി ചേർത്തത്. ഞാൻ അതിനെ വരട്ടിയത് വച്ചിരുന്നിട്ട് അപ്പോഴെടുത്തില്ല. ഞാൻ പിറ്റേ ദിവസം എടുത്തപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാം എന്തുമാത്രം കട്ടിയായിട്ടുണ്ടെന്ന്. അത് നല്ല അലുവയുടെ രീതിയിലിരിക്കുകയാണ്. അതിന് നമ്മൾ 1.5 കപ്പും അരിമാവ്, ഗോതമ്പ് ഉപയോഗിച്ചും ചെയ്യാം നമുക്ക്. പക്ഷേ ഞാൻ അരിമാവിലാണ് ചെയ്യുക. അരിമാവ് ചെയ്യുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ പരുവത്തിന് ചക്കപ്പഴവും വരട്ടിയതും അരിപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്ത് സ്പൂണിൽ ഓരോ സ്പൂൺ കോരി ഇലയിൽ വെച്ച് മടക്കിയെടുക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ ഇവിടെ വട്ടത്താമര ഇലയെന്നാണ് പറയുന്നത്. വട്ടയിലയെന്ന് പറയുന്നവരുണ്ട്. എല്ലാ സ്ഥലത്തും ഇതാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി, ഈ ഇലയ്ക്ക് വേറെ പേരും എല്ലാം ഉണ്ടെങ്കിൽ. ഇതിപ്പം നിങ്ങൾ സാധാരണ ഇലയപ്പത്തിൻ്റെ രീതിയിലല്ല ഞാൻ മടക്കിയിരിക്കുന്നത്. ചക്കയപ്പം മടക്കുന്നത് വേറെ രീതിയിലാണ്. ഈ രീതിയിൽ ചക്കയപ്പം എല്ലാം മടക്കിയെടുക്കുന്നുണ്ട്. 4 സ്ക്വയർ ടൈപ്പിന് വരും. എന്നിട്ട് ഇഡലി കുട്ടകത്തിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് മതി, മാക്സിമം 15 മിനിറ്റ്. അത് അരിമാവായതുകൊണ്ടാണ്. ഒരു 15 മിനിറ്റ് വെച്ച് അത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അത് ഇനിയിപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഞാനത് വലിയ വീഡിയോ എടുത്തതായിരുന്നു, പക്ഷേ അത് വീഡിയോ റെക്കോർഡ് ഓൺ അല്ലായിരുന്നു, അതുകൊണ്ടാണ് അത് കിട്ടാത്തത്. പക്ഷേ നല്ല ടേസ്റ്റാണ്. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്ത് അത് പറയണം, എങ്ങനെയാണെന്നുള്ള ഫീഡ്ബാക്ക് ഒന്ന് പറയണം. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാവരുമാണ് നമ്മുടെ ശക്തി. അപ്പോൾ എല്ലാവർക്കും യൂണീക്ക് കോർണറിൻ്റെ നന്ദി. താങ്ക് യു.